ഇപ്പൊ നിങ്ങൾ നോക്ക്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഷയിൽ തങ്ങന്മാരില്ല. ഇവിടെ തങ്ങന്മാരുടെ ഒരു അടിസ്ഥാനപരമായ സ്ഥാപനമായതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ പ്രസംഗം കേൾക്കുന്നതിൽ ധാരാളം ചെറിയ പ്രായമുള്ള സയ്യിദന്മാർ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അവർ പ്രത്യേകിച്ചും മനസ്സിലാക്കണം, ജമാഅത്ത് ഇസ്ലാമിയുടെയും പുത്തൻവാദികളുടെയും തട്ടിപ്പ്. ആദരണീയരായ സയ്യിദന്മാരോട് വലിയ ആദരവ് കാണിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഈമാനുണ്ടോ, സയ്യിദന്മാരോട് സ്നേഹം കാണിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം. അത് ഈമാനുള്ളവരുടെ കടപ്പാടാണ്, അവരുടെ സ്വഭാവമാണ്. അതിനെതിരെ ദീർഘകാലം ശബ്ദിച്ച ഒരു ടീമാണ് ജമാഅത്ത് ഇസ്ലാം. അവരുടെ പ്രബോധനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇസ്ലാം കഠിനമായി വെറുക്കുന്ന ഒരു പാപമാണ് ആഭിജാത്യം. അനിസ്ലാമിക കാലത്തെ അറബികളിൽ ഈ ദുഷിച്ച സ്വഭാവം മൂടുറച്ചു പോയിരുന്നു. അതിനെ കടപുഴക്കി എറിയാനായി ഇസ്ലാം മത പ്രവാചകൻ തെല്ലൊന്നുമല്ല ക്ലേശിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ പറയാണ്, ഖുലഫാഉർ റാഷിദുകളുടെ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പഴയ അറേബ്യൻ ജാഹിലിയ്യത്ത് ശപിക്കപ്പെട്ട ആഭിജാത്യം തിരിച്ചു വന്നു. അറബികളുടെ കണ്ണിൽ മറ്റുള്ളവർ നിന്ദ്യരും നികൃഷ്ടരുമായി. തങ്ങൾക്ക് സയ്യിദുകൾ എന്നും അജമികൾക്ക് മൗലകൾ എന്നും അറബികൾ പേരിട്ടു. അങ്ങനെ അറബികൾക്കിട്ട പേരാണ് സയ്യിദ് എന്നത്. അറബികളല്ലാത്തവർക്കിട്ട പേരാണ് മൗലകൾ എന്നത്. എന്നിട്ട് പറയാണ്, അറബി അല്ലാത്തവൻ അറബിക്ക് തുല്യൻ അല്ലാതെയായി. അങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, ഭരണാധികാരമാകട്ടെ ഖുറൈശികളുടെ മാത്രം കുത്തകയായി. ഇതാരെയായി ചോദ്യം ചെയ്യുന്നത്? അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഭരണാധികാരികൾ ഖുറൈശികളിൽ നിന്നാവുക എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ആ റസൂലുള്ളാഹിനെയാണ് ജാഹിലിയത്തിന്റെ ആളാക്കി ജമാഅത്ത് ഇസ്ലാമിക്കാർ ചിത്രീകരിക്കുന്നത്. ഖുറൈശികൾക്ക് ഭരണാധികാരം പറഞ്ഞു എന്നാണ്. 4 ഖുലഫാഉർ റാഷിദീങ്ങളും ഖുറൈശികളാണ്. ആ ഖുലഫാഉ റാഷിദീങ്ങളെയുമാണ് ജാഹിലിയത്തിന്റെ വക്താക്കളായി ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതിന്റെ ശേഷം പറയാണ്, അറേബ്യയിൽ നിന്ന് ഇതര ദേശത്തേക്ക് വരുന്ന ആള് സയ്യിദും തങ്ങളുമാണ്. അവനെ മറ്റുള്ളവരെ ആദരിച്ചാൽ പോരാ, ആരാധിക്കണം. കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം. എന്നിട്ട് അതിന്റെ ശേഷം ഒരു പാട്ട് കൊടുത്തിട്ട് പറയാണ്, മഹാകവി ഇബ്നുൽ വർദി പാടിയത് എത്ര പരമാർത്ഥം. ഖത്ഉഹാ അജ്മലു മിൻ തിൽക്കൽ ഖുബലി. ആ കൈ ഛേദിച്ചു കളയുകയാണ്. ഈ പത്നിമാർക്കാണ് ഖുർആൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവരൊക്കെ നബിയുടെ പത്നീപദം സ്വീകരിച്ചത് എപ്പോഴാണാവോ? ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടല്ലോ, ചില പ്രകാശനത്തിനും ചില ഉദ്ഘാടനത്തിനൊക്കെ കൂട്ടിക്കൊണ്ടുകാരെത്രേ എന്നിരിക്കുമ്പോൾ വല്ലവനും മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോഷ്കല്ലാതെ മറ്റൊന്നുമല്ല അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾ എന്ന് തമങ്ങന്മാർക്ക് പറഞ്ഞാൽ അത് ശുദ്ധ ബോഷ്കാണ്. ഈ ബോഷ്ക്ക് എങ്ങനെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വീകാര്യമായത്? ഇനിയും കേട്ടോളി, സത്യദീനിന്റെ അനുയായികളാണ് നമസ്കാരത്തിൽ നബിയുടെയും നബിയുടെ ആലിന്റെയും പേരിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആജ്ഞതയുള്ളത് ശരിയാണ്. എന്നാൽ സത്യദീനിന്റെ അനുയായികളാണെന്നത്രേ അവിടെ ആൽ എന്ന അറബി പദത്തിന്റെ വിവക്ഷ, അല്ലാതെ തിരുമേനിയുടെ രക്തബന്ധുക്കൾ എന്നല്ല. എന്നിട്ട് ശേഷം പറയാണ്, രക്തബന്ധുക്കൾ എന്നാണെങ്കിൽ അതിൽ അബൂലഹബും കൂടി പെടും. ഇത്ര വിവരമില്ലാത്തൊരു സമൂഹം. എന്നിട്ട് അവസാനം പറയാം, ആകയാൽ പഴയ അറേബ്യൻ ജാഹിലിയത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹ്ലു ബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം. ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീതിത്വം അവസാനിക്കും. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനമാണ് ഞാൻ വായിച്ചത്. ഈ ജമാഅത്തുകാർ, ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനെ എതിർക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് റസൂലുള്ളാഹിനെ ക്ഷണിക്കാൻ വരിക. ആ മുനാഫിക്കുകളുടെ തട്ടിപ്പാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദുമൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇസ്ലാമിൽ വിശ്വാസമില്ല. ഇസ്ലാമിനെ തകർക്കാനുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ് അവർ. അതുകൊണ്ട് മുസ്ലിം സമുദായം
വളരെയേറെ ജാഗ്രതയോടെ അവരുടെ ദുഷ്ചെയ്തികളെ നിർമാർജനം ചെയ്യാൻ വേണ്ടി പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിക്കുകയും അവരുടെ ദുഷിച്ച ആശയങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്യണം എന്നുണർത്തുകയാണ്. നമ്മുടെ തങ്ങന്മാര്, കുട്ടികള്, സയ്യിദന്മാര്, അതുപോലെ മുതഅല്ലിമീങ്ങള് എല്ലാവരും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ജമാഅത്തുകാരൻ വന്നിട്ട് അവൻ്റെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിൽ ക്ഷണിക്കുമ്പോൾ നമ്മളെ ചതിക്കുകയാണ് എന്ന് നല്ല ബോധം വേണം. ഏതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ ചതിച്ച് തട്ടിക്കൊണ്ടുപോയി ബാപ്പ ഉമ്മമാരിൽ നിന്ന് അകറ്റിക്കളയുന്ന ചില പൂവാലന്മാരില്ലേ, അതുപോലത്തെ ഒരു പൂവാലന്മാരാണ് ഈ പുത്തൻവാദികൾ. സയ്യിദന്മാരുടെ ബഹുമാനവും ആദരവും ഇല്ലാതെയാക്കാൻ, അവരെ തന്നെ ഉപയോഗപ്പെടുത്താനുള്ള തീവ്രമായ പരിശ്രമമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ പരിശുദ്ധ റമദാൻ എടുത്തപ്പോൾ ബൈത്തുസ് സക്കാത്ത് എന്ന് പറഞ്ഞ് സക്കാത്ത് പിരിക്കാനുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ, നിസ്കാരം അവർ നശിപ്പിച്ചു, നോമ്പ് നശിപ്പിച്ചു, അതുപോലെ സക്കാത്ത് നശിപ്പിച്ചു. എല്ലാ അമലുകളും നശിപ്പിച്ച ടീമാണത്, യാതൊരു സംശയവും വേണ്ട. ഈ കയ്യിലുള്ള സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം നീതിയല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു മനുഷ്യൻ പണ്ട് പറഞ്ഞിരുന്നു, ഈദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്കണം, ഫമാ അദൽത ഫിൽ ഖിസ്മ, നീ നീതി കാണിച്ചിട്ടില്ല എന്നൊരു ചങ്ങാതി പറഞ്ഞിരുന്നു. അവന്റെ പേരാണ് ദുൽഖുവൈസിറത്ത് തമീമി. ആ മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, യഖ്റുജു മിൻ ദീദി ഹാദാ അഖ്വാമുൻ, ഇവന്റെ മുതുകിലൂടെ ഒരു സമൂഹം പിന്നീട് പുറത്തു വരും. ആ കക്ഷികളുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അവർ യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ, എറിയപ്പെട്ട ജീവിയെ തുളച്ചു കയറി പുറത്തേക്ക് പോകുന്ന അമ്പ് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നവരാണ്. അവർ ഖുർആൻ ഓതി സംസാരിക്കും, അതേ പക്ഷേ അവർക്കതിൽ വിശ്വാസമില്ല. ലാ യുജാവിസു തറാഖിയഹും, അവരെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ടീമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ തലക്ക് വാളുകൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞത്. അവരുടെ വാദം ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം തന്നെയായിരുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അത് ഓതിക്കൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത്, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. എന്നിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണ് എന്ന് വാദിച്ചുകൊണ്ട് തലവെട്ടി കൊന്നുകളഞ്ഞത്. ഇതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കക്ഷിയോട് നബി തങ്ങൾ അന്ന് ചോദിച്ചിരുന്നു, എടോ അത് ഖിബ്ത വ ഖസിർത, നീ പരാജയപ്പെട്ടില്ലേ, നീ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇല്ലം മക്കുൻ അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ വേറെ ആരാണ് ഇവിടെ നീതി കാണിക്കുക? നീ തന്നെ പരാജയപ്പെട്ടില്ലേ അങ്ങനെയാണെങ്കിൽ എന്നാ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്ക്, സക്കാത്തിനെ സംബന്ധിച്ച് എഴുതിയ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു 5 ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കണം, 30 പശു ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. പുതിയ കണ്ടുപിടുത്തം എന്താ അറിയോ? 30 പശു ഒന്നും വേണമെന്നില്ല, 5 പശു ഉണ്ടെങ്കിൽ തന്നെ സക്കാത്ത് കൊടുക്കണം. 5 പശു സങ്കര വർഗ്ഗമാണെങ്കിൽ, നല്ല പാലൊക്കെ കിട്ടുന്നതാണെങ്കിൽ 5 പശുവിന് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ പറഞ്ഞാലേ നീതിയാവുള്ളൂ എന്നാ പറയും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നീതിയായില്ല, പുതിയ നീതി പഠിപ്പിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാര്. ഇസ്ലാം ആകെ അടിമുടി മാറ്റി ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഈ ബൈത്തു സക്കാത്ത് ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ അതിൽ തന്നെ എഴുതാണ് വൽ ആമിലീന അലൈഹ എന്നുണ്ട് ഖുർആനിൽ. ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാർക്ക് സക്കാത്ത് എടുക്കാന്നുണ്ട്. അതുകൊണ്ട് മൗലവിമാരെയൊക്കെ ജോലിക്ക് നിർത്തുന്നുണ്ട്. സക്കാത്തിൽ നിന്ന് ഒരംശം നമുക്കെല്ലാം ജോലിക്കാരി എന്ന നിലക്ക് അവർക്ക് എടുക്കാൻ വകുപ്പുണ്ട് എന്നും ഖുർആൻ ഓതിയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ സക്കാത്ത് വാങ്ങി മൗലവിമാർക്ക് ശമ്പളം പറ്റാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിന്റെ പുറമെ അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ പത്രത്തിനും അവരുടെ മീഡിയക്കുമൊക്കെ സക്കാത്ത് ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് സക്കാത്ത്, ബൈത്തു സക്കാത്ത് എന്ന പേരിൽ സംവിധാനമുണ്ടാക്കി ജനങ്ങളെ ചതിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, ആ ചതിക്കുന്ന സമയത്ത് മുനാഫിഖുകൾ നബിതങ്ങളെ ചതിക്കാൻ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളായ നമ്മുടെ ജമാഅത്തുകാരല്ല, നമ്മൾ സുന്നികളാണ്, നമുക്ക് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്.
ആ പേരക്കുട്ടികളെ തന്നെ ചതിച്ച് അതിൽ കൊണ്ടുപോയി ചാടിക്കാനുള്ള മുനാഫിക്കുകളുടെ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുസ്ലിമീങ്ങൾ ജാഗരൂകരാകണം. അതുപോലെ സയ്യിദന്മാർ ജാഗ്രതയുള്ളവരാകണം, പണ്ഡിതന്മാർ ജാഗ്രതയുള്ളവരാകണം. അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ ഒരു ജമാഅത്തുകാരനെയും അനുവദിച്ചുകൂടാ. ഇനിയും ഇതിൽ ധാരാളം തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ലൈസ അലൽ മുസ്ലിമി അലാ അബ്ദിഹി വ ഫറസിഹി സദഖ, അതേ ഒരാൾ കുതിരക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അടിമക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അത് ധനമാണ് എന്ന് എല്ലാവർക്കും അറിയാം, വളരെ മുന്തിയ ധനമാണ്. ഖുർആൻ തന്നെ زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصفوة. കുതിരയെ വലിയ സ്വത്തായിട്ടാണ് ഖുർആൻ എണ്ണിയത്. കുതിരക്ക് സക്കാത്ത് കൊടുക്കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവര് പറയാണ് അങ്ങനൊക്കെ പറഞ്ഞാൽ നീതി ഇല്ലാതെയായിപ്പോ, അങ്ങനെ പറഞ്ഞാൽ നീതി ഇല്ലാതെയായിപ്പോ. ഇങ്ങനെ റസൂലുള്ളാഹിക്ക് നീതി പഠിപ്പിക്കാൻ വരികയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാർ. ഈ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് വളരെ ഗൗരവത്തോടെ അവർ അള്ളാഹുവിന്റെ ദീൻ പൊളിക്കുന്നതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ കാണണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.